ഒരൊറ്റ ചോദ്യം, ഈ 2020 NDA പ്രവേശനത്തെ പറ്റി എന്താണ് പറയാനുള്ളത്? 2020 അരാഷ്ട്രീയവാദമാണ് മുന്നോട്ട് വയ്ക്കുന്നതെന്നാണല്ലോ UDF LDF ഒക്കെ പറഞ്ഞത്. പക്ഷെ അതിനപ്പുറത്തേക്ക് 2020 ഒരു പ്രദേശത്താകെ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ്, അതിൽ LDF UDF വല്ലാതെ പേടിച്ചു. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ 2020 തിരിച്ചടി നേരിട്ടു എന്നൊക്കെയാണ് LDF UDF പ്രചരിപ്പിക്കുന്നത്. പക്ഷെ ഒന്നോർക്കണം, 2020-ക്കെതിരെ പലയിടങ്ങളിലും സ്ഥാനാർത്ഥികൾക്ക് അരിവാൾ ചുറ്റിക നക്ഷത്രത്തോടോ കൈപ്പത്തിയോടോ അല്ല തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടി വന്നത്. അതായത് അവിയൽ മുന്നണി 2020 എങ്ങനെയും പരാജയപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ച് മത്സരത്തിൽ സ്ഥാനാർത്ഥികളെ നിർത്തുകയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായി അവിടെ ഇടതിനും വലതിനുമൊക്കെയുള്ള വോട്ടുകൾ ഏകോപിപ്പിക്കപ്പെട്ടു. പക്ഷേ 2020 അജയ്യമായി തന്നെ നിലകൊണ്ടു. പ്രധാനമന്ത്രി വരുന്നതിൻ്റെ തലേന്ന് രാജീവ് ചന്ദ്രശേഖർ താൻ ആരെന്നുകൂടി വ്യക്തമാക്കുകയാണ്. നോക്കൂ, എറണാകുളത്ത് വളരെ സജീവമായി പടർന്നു പന്തലിച്ച് കിടക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കൈപിടിച്ച് ചേർത്ത് വയ്ക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ എത്രമാത്രം അത് സ്വാധീനിക്കപ്പെടും എന്നത് എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട്. ക്രൈസ്തവ വോട്ടുകൾ വളരെയധികം 2020 അനുകൂലമായി ഉണ്ട് എന്ന് നമുക്കറിയാവുന്നതാണ്. അവിടെ ശരിക്കും എറണാകുളം ജില്ല എന്നത് കോൺഗ്രസിനെ വല്ലാതെ ചേർത്ത് പിടിച്ച ഒരു ചരിത്രമുള്ള ജില്ലയാണ്. പക്ഷേ അവിടെ എപ്പോഴും അവർക്ക് ശക്തിയുക്ത എതിരാളികളായി തലയുയർത്തി നിന്നത് 2020 ആണ്. അപ്പോൾ 2020യുടെ വരവ് അങ്കലാപ്പ് കൂട്ടുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ അങ്കലാപ്പ് വർദ്ധിപ്പിക്കുകയാണ് ഇടതിനും വലതിനും. ഇന്നലെ ശ്രീനിജൻ MLA വാക്കുകളൊക്കെ അതിന് തെളിവാണ്. ആ രാഷ്ട്രീയവാദം എന്ന് പറഞ്ഞവർ ഇന്നലെ രാഷ്ട്രീയ പാർട്ടി എന്ന് തിരുത്തി പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും 2020 ഒരു ആവേശമാണ്. അത് നമുക്ക് കളിക്കളത്തിലായാലും 2020 അങ്ങനെ തന്നെയാണ്. വളരെ കുറച്ച് സമയം കൊണ്ട് കൂടുതൽ റിസൾട്ട് നമുക്ക് നൽകുന്ന ഒരു കളിയാണ്. അതേ ആവേശം തന്നെയാണ് ഈ 2020യും NDAക്ക് നൽകുന്നത്. അത് വലിയൊരു തുടക്കമായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്തായാലും 2020യുടെ NDA പ്രവേശനം യാഥാർത്ഥ്യമായിരിക്കുകയാണ്.